നമസ്കാരം. ഞാനിന്ന് എടുക്കുന്നത് ചാപ്റ്റർ 3 മെട്രിക്സിലെ നെക്സ്റ്റ് ടോപ്പിക്കായ ടൈപ്സ് ഓഫ് മെട്രിക്സും ഇക്വാളിറ്റി ഓഫ് മെട്രിക്സും ആണ്. ക്ലാസ് 12 NCERT ചാപ്റ്റർ 3 മെട്രിസസ്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് മെട്രിക്സ് എന്നും എങ്ങനെയാണ് ഓർഡർ ഓഫ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നതെന്നും പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്പ് ഓഫ് മെട്രിക്സസ് ആണ്. ഇനി എത്ര ടൈപ്പ് മെട്രിക്സ് ഉണ്ട്? 7 ടൈപ്പ് മെട്രിക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കോളം മെട്രിക്സ് ഉണ്ട്, റോ മെട്രിക്സ് ഉണ്ട്, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആൻഡ് സീറോ മെട്രിക്സ് ആണ്. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. ഒറ്റ കോളമുള്ള ഒരു മെട്രിക്സിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറഞ്ഞത്. ലെറ്റ് എ ഈക്വൽ ടു 2 1 -1 0 ഇതെന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു എത്ര റോസ് ഉണ്ട്? 1 2 3 4 റോയും എത്ര കോളം ഉണ്ട്? ഓൺലി 1 കോളം. അതാണ് കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൽ ഒറ്റ കോളമേ ഉണ്ടാവുള്ളൂ. എത്ര റോസ് ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ ഒറ്റ കോളമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എ ഐ ജെ. ഈ എ ഐ ജെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലിമെൻറ്റ്സ് ഓഫ് ദ മെട്രിക്സ് ആണ് എ ഐ ജെ എന്ന് പറഞ്ഞാൽ. എ ഐ ജെയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? നമുക്ക് റോസ് എത്ര വേണമെങ്കിലും വരാം. m/1 കോളം എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കണം. അതാണ് കോളം മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ m/1 ആയിരിക്കണം. ഇതാണ് കോളം മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോമുല. സെക്കൻഡ് വൺ, റോ മെട്രിക്സ്. ഇപ്പോൾ കോളം മെട്രിക്സിൽ ഒറ്റ കോളേ കാണാവുള്ളൂ പറഞ്ഞു. അതേപോലെ റോ മെട്രിക്സിൽ എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ. അതായത് ഒറ്റ റോയുള്ള ഒരു മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 2 3 0 1. ഇതെന്ന് പറഞ്ഞാൽ ഒരു റോ മെട്രിക്സ് ആണ്. കാരണം എന്താണ്? ഒറ്റ റോയേ ഉള്ളൂ. എത്ര കോളം ഉണ്ട്? 1 2 3 4. നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ? കോളം റോ എന്ന് പറഞ്ഞാൽ 1 എത്ര കോളം ഉണ്ട്? 4. 1/4 മെട്രിക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി അതിന് ജനറൽ ഫോമിൽ എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? എ മെട്രിക്സ് എ ഈക്വൽ ടു എ ഐ ജെ ഓഫ് ഓർഡർ 1/n. അതാണ് റോ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 1/n. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണ്. എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും ഈക്വൽ എന്നാണ് ഒരു സ്ക്വയറിൻ്റെ മീനിങ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ കേസിൽ അത് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കിയേ. എ മെട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ്. അതായത് ഒരു മെട്രിക്സിൽ റോയും കോളവും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വരുന്ന മെട്രിക്സിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞത്. ദസ് m/n, അതായത് ഇവിടെ വരുന്ന റോസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് m ഈസ് ഈക്വൽ ടു n. ഒന്നെങ്കിൽ നമുക്ക് m/m എന്ന് എഴുതാം, അല്ലെങ്കിൽ n/n മെട്രിക്സ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? m ഈസ് ഈക്വൽ ടു n ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ഇറ്റ്സ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. അതിനകത്തൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9. ഇതൊരു മെട്രിക്സ് ആണ്. ഇതിൽ എത്ര റോസ് ഉണ്ട്? 1 2 3. അപ്പോൾ 3. എത്ര കോളംസ് ഉണ്ട്? 1 2 3. 3/3 മെട്രിക്സ് ആണ്. അതായത് m ഈസ് ഈക്വൽ ടു n. അപ്പോൾ ഇതിനെന്ത് പറയാം? ഇതെന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ജനറൽ ഫോമിൽ മെട്രിക്സ് എ ഐ ജെ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ഓർഡർ എന്ന് പറഞ്ഞാൽ m/m ആയിരിക്കും. ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ m. നെക്സ്റ്റ് ടൈപ്പിലെ ഫോർത്ത് ടൈപ്പ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ആണ്. എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ഡയഗണൽ എന്ന് ഒരു മെട്രിക്സിൽ ഡയഗണലായിട്ട് വരുന്നത് എങ്ങനെയാണ്? അതായത് ഈ ഒരു പാർട്ടിൽ വരുന്ന എലിമെൻറ്റ്സ് ആണ് ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡയഗണൽ മെട്രിക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. എ സ്ക്വയർ മെട്രിക്സ്, അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. b ഈക്വൽ ടു bij m/n.
M by M is said to be diagonal matrix if all its non-diagonal elements are 0. അതായത് ഡയഗണൽ അല്ലാതെ വരുന്ന എല്ലാ എലിമെൻസും 0 ആയിരിക്കണം. The matrix B is equal to Bij M by M is said to be a diagonal matrix if Bij equal to 0 when I not equal to j. അതായത് A1 2 A2 3 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് വരുന്ന സമയത്ത് അവിടെ 0 ആയിരിക്കണം. അല്ലാതെ A11 ഇത് രണ്ട് ഈക്വൽ ആയിട്ട് വരണം. A22 A33 എന്നൊക്കെ വരുന്ന നമ്പേഴ്സിൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. ഡയഗണൽ മെട്രിക്സിനുള്ള എക്സാമ്പിളാണ് A is equal to matrix of order 1 by 1. That is only one element exist. അതിൽ ഡയഗണലെല്ലാം ഒന്ന് തന്നെയാണ്. ഇനി നെക്സ്റ്റ് സ്ക്വയർ മെട്രിക്സ് അല്ലേ, അപ്പോൾ എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് 2 by 2 ആയിരിക്കും. 2 by 2 ആകുമ്പോൾ ഇവിടുത്തെ ഡയഗണൽ 2 നെക്സ്റ്റ് 0 0 1. അതായത് ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആയിരിക്കും. നെക്സ്റ്റ് സി മെട്രിക്സ് ഓഫ് ഓർഡർ 3 by 3 നോക്കാം. 1 0 0 0 2 0 0 0 3. ദാറ്റ് ഈസ് ഈ ഒരു എലിമെൻറ്റ്സ് മാത്രമേ കാണുള്ളൂ, അതായത് ഡയഗണലായിട്ട് വരുന്ന എലിമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഏത് മെട്രിക്സ് ആണ്? 3 by 3 മെട്രിക്സ്. ഇതാണ് ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. അതായത് ഡയഗണൽ എലിമെൻറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആണ്. ഇവിടെ ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് എല്ലാം സെയിം നമ്പർ ആയിരിക്കും. അതാണ് സ്കെയിലാർ മെട്രിക്സിൻ്റെ മീനിങ് എന്ന് പറഞ്ഞത്. ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സ്കെയിലാർ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഡയഗണൽ എലിമെൻറ്റ്സ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ബി ഓഫ് Bij of order n by n is said to be scalar matrix if Bij equal to 0 when I equal to j. അതായത് I not equal to j ആണെങ്കിൽ ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0. if Bij equal to k when I equal to j. അതായത് A11 A22 A33 എന്നൊക്കെ പറയുന്നത് എന്താണ്? I equal to j വരുന്ന കേസാണ് ഇതെല്ലാം. ഈ ഒരു കേസിലെല്ലാം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ k ആയിരിക്കും, അതായത് സെയിം നമ്പർ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ scalar matrix of order 1 by 1, then scalar matrix of order 2 by 2. ഇവിടെ 2 0 0 2, അതായത് ഈ എല്ലാ എലിമെൻറ്റ്സും സെയിം ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും, ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആയിരിക്കണം. നെക്സ്റ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ 3 by 3, -1 0 0 0 -1 0 0 0 -1. അതായത് ഡയഗണലായിട്ട് വന്ന എല്ലാ എലിമെൻറ്റ്സും ഈക്വൽ ആയിരിക്കും. ഇവിടെ എല്ലാം -1 ആണ്. ദാറ്റ് ഈസ് A11 A22 A33 ഇതെല്ലാം സെയിം ആയിരിക്കും, ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആയിരിക്കും. അതാണ് ആ കണ്ടീഷൻ പറയുന്നത്. ദാറ്റ് ഈസ് Bij ഈക്വൽ ടു 0 ഇഫ് I നോട്ട് ഈക്വൽ ടു j. അതായത് ഈ വാല്യൂസ് എല്ലാം I നോട്ട് ഈക്വൽ ടു j ആണ്. ഇനി Bij ഈക്വൽ ടു k ഇഫ് I ഈക്വൽ ടു j. അതായത് എല്ലാത്തിനും സെയിം എലിമെൻ്റ് ആണ് ഇഫ് എപ്പോഴാണ് I ഈക്വൽ ടു j വരുന്ന കേസിൽ. ഓഫ് മെട്രിക്സ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. എന്താണ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഡയഗണൽസ് ആർ ഓൾ 1 ആൻഡ് റെസ്റ്റ് ആർ ഓൾ 0s ഈസ് കാൾഡ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതായത് ഡയഗണലിൽ വരുന്ന എല്ലാ എലിമെൻറ്റ്സും 1 ആയിരിക്കണം, ബാക്കിയുള്ളതെല്ലാം 0 ആയിരിക്കണം. ഇങ്ങനെയുള്ളൊരു മെട്രിക്സിനെയാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഡയഗണൽ എലിമെൻറ്റ്സ് 1ഉം അതർ എലിമെൻറ്റ്സ് ആർ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് Aij ഓഫ് ഓർഡർ m by m ഇഫ് Aij ഈക്വൽ ടു 1 എപ്പോഴാണ്? അത് ഇറ്റ് ഈസ് I ആൻഡ് ഈക്വൽ ടു jth വാല്യൂ വരുന്ന സമയത്താണ് 1 ഫസ്റ്റ് ടേമും 1 ആകുന്നത്. ദെൻ അതർ ടേംസ് ആർ 0. ഫോർ എക്സാമ്പിൾ നോക്കപ്പോൾ A of matrix 1 by order 1 by 1, ഫസ്റ്റ് എലിമെൻറ്റ് 1, ദാറ്റ് ഈസ് A11. അത് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ദെൻ B ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ഓർഡർ 2 by 2 1 0 0 ആൾ അതർ എലിമെൻറ്റ്സ് ആർ 0. ദിസ് A11 ഇതെന്ന് പറഞ്ഞാൽ A22. അതായത് Iയും J ഈക്വൽ ആയിട്ട് വരുന്ന പൊസിഷനിലെ വാല്യൂസ് എല്ലാം 1ഉം ബാക്കിയെല്ലാം 0 ആയിരിക്കും. നെക്സ്റ്റ് C എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഓഫ് ഓർഡർ 3 by 3 1 ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കും, ആൾ അതർ എലിമെൻറ്റ്സ് ആർ 0.
ഈ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിന് നമുക്ക് എന്ത് പറയാം? സ്കെയിലാർ മെട്രിക്സ് എന്നും പറയാം. സ്കെയിലാർ മെട്രിക്സിൻ്റെ വാല്യൂ എന്താണ്? ഡയഗണൽ ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻസും 0 ആയിരിക്കുന്നതാണ് എന്ത് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു സ്കെയിലാർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ മെട്രിക്സും കൂടിയാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഈസ് സീറോ മെട്രിക്സ്. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് എലിമെൻറ്റ്സ് ആർ 0. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് പറയുന്നില്ല. ഏതെങ്കിലും ഒരു മെട്രിക്സ് അതിലെ എല്ലാ എലിമെൻറ്റ്സും 0 ആണെങ്കിൽ അതിനെന്ത് പറയും? സീറോ മെട്രിക്സ് എന്ന് പറയും. ഇത് മെട്രിക്സ് ഓഫ് ഓർഡർ 1/1, ഇതെന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഓഫ് ഓർഡർ 2/2, ഇതെന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഓഫ് ഓർഡർ എത്രയാണ്? 2/3 ആണ്. അതായത് ഇതൊന്നും സ്ക്വയർ മെട്രിക്സ് അല്ല. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞതാണ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്. രണ്ട് മെട്രിക്സ് തമ്മിൽ ഈക്വൽ ആവുന്ന കേസിലാണ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് മെട്രിക്സ് AIJ ആൻഡ് B = BIJ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. അത് തമ്മിൽ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ഇതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് മെട്രിക്സ് ഓഫ് ഓർഡർ ഈസ് സെയിം. ദാറ്റ് ഈസ് ഇവിടെ M/n ആണെങ്കിൽ ഇവിടെയും M/n തന്നെ ആയിരിക്കണം. ദെൻ എലിമെൻറ്റ്സ് ഇൻസൈഡ് ദ ബോത്ത് മെട്രിക്സ് ആർ സെയിം ആയിരിക്കണം. ഇതിനകത്ത് വരുന്ന എലിമെൻറ്റ്സ് AIJ = BIJ ആയിരിക്കണം. ഇതാണ് രണ്ട് കണ്ടീഷൻസ് പറയുന്നത്. ഇനി അത് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ വരുന്നത് എങ്ങനെയാണ്? മെട്രിക്സ് A = 2, 3, 0, 1 and matrix B = 2, 3, 0, 1. ഇവിടുത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2. ഹിയർ ആൾസോ 2/2. ദാറ്റ് ഈസ് ഓർഡർ സെയിം, എലിമെൻറ്റ്സ് ഈസ് ആൾസോ സെയിം. അപ്പോൾ ഈ മെട്രിക്സ് A = മെട്രിക്സ് B എന്ന് പറയാൻ പറ്റും. ഇനി ദെൻ തന്നിട്ടുണ്ട് രണ്ട് മെട്രിക്സ് A = B എന്ന് തന്നിട്ടുണ്ട്. 2/2 ഓർഡർ ഓഫ് 2/2. ദെൻ നമുക്ക് X, Y, Z, Aയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് വെച്ചിട്ട് ഈക്വൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ Xൻ്റെ വാല്യൂ 1, Yയുടെ വാല്യൂ 2, Zൻ്റെ വാല്യൂ Z ആണ്, Zൻ്റെ വാല്യൂ 3, Aയുടെ വാല്യൂ 4. അതായത് ഇക്വേറ്റ് ചെയ്യുക, കറസ്പോണ്ടിങ് വാല്യൂസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ വാല്യൂ കിട്ടും. ദെൻ എക്സാമ്പിൾ 4 പേജ് നമ്പർ 63 എക്സാമ്പിൾ 4 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഫ് matrix x plus 3, z plus 4, 2y minus 7, minus 6, a minus 1, 0, b minus 3, minus 21, 0 is equal to another matrix of 0, 6, 3y minus 2, minus 6, minus 3, 2c plus 2, 2b plus 4, minus 21, 0. ഇത് തമ്മിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാം. x plus 3 is equal to 0, 2z plus 4 is equal to 6. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് A, B, C, X, Y, Z എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വാല്യൂ x തന്നെ കണ്ടുപിടിക്കാം. x plus 3 is equal to കറസ്പോണ്ടിങ് വാല്യൂ 0. ദാറ്റ് ഈസ് x = -3 ഫസ്റ്റ് വാല്യൂ. ഇനി z plus 4 is equal to 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. z plus 4 6 ആണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ 2y minus 7 is equal to corresponding term 3y minus 2. That is 2y minus 3y is equal to minus 2 plus 7. That is minus y is equal to 5, y is equal to minus 5. yയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -5 കിട്ടി. ഇനി നെക്സ്റ്റ് ടേം ഏതാണ്? -6 = -6, a minus 1 തന്നിട്ടുണ്ട്. a minus 1 is equal to -3 തന്നിട്ടുണ്ട്. therefore a equal to -3 plus 1 that is equal to -2. എയുടെ വാല്യൂ എത്ര കിട്ടും? -2 എന്ന് കിട്ടും. ദെൻ അടുത്തത് 2c plus 2 is equal to 0 തന്നിട്ടുണ്ട്. 2cയുടെ വാല്യൂ -2, c equal to -1. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ -1 കിട്ടി. ഇനി ഒരു ടേം ഏതാണ്? ബിയുടെ ടേം മാത്രമേ ഉള്ളൂ. ബിയുടെ ടേം എന്ന് പറഞ്ഞാൽ b minus 3 is equal to 2b plus 4. That is b minus 2b is equal to 4 plus 3. That is minus b is equal to 7, b equal to -7. അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടിയില്ലേ? a എന്ന് പറഞ്ഞാൽ -2, b എന്ന് പറഞ്ഞാൽ -7 കിട്ടി, c എന്ന് പറഞ്ഞാൽ -1 കിട്ടി,
എക്സിൻ്റെ വാല്യൂ -3, ഇസഡിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ -5. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കമ്പയർ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. കറസ്പോണ്ടിങ് ടേമുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസാണ് കണ്ടുപിടിച്ചത്. ഇങ്ങനെയാണ് ഒരു ഇക്വാളിറ്റി മെട്രിക്സ് വെച്ചിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ 5. ഫൈൻഡ് ദ വാല്യൂ ഓഫ് A, B, C ആൻഡ് D ഫ്രം ദ ഫോളോയിങ്. മെട്രിക്സ് തന്നിട്ടുണ്ട് 2A + B, A - 2B, 5C - D, 4C + 3D. Then example 5. Find the value of A, B, C and D from the following. Matrix 2B + B, A - 2B, 5C - D, 4C + 3D is equal to 4, -3, 11, 24. ഇത് ഈക്വൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് എങ്ങനെ എടുക്കാം? 2A + B is equal to 4, A - 2B is equal to -3, 5C - D is equal to 11, 4C + 3D is equal to 24 എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് A, B, Cയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. അതായത് ഇതിനെ സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ സെക്കൻഡ് ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂസ് സെയിം ആവും. ആദ്യം ഫസ്റ്റിന് ഇക്വേഷൻ 1, 2, 3, 4. ഇക്വേഷൻ 1 × 2 ചെയ്യുമ്പോഴത്തേക്ക് 4A + 2B = 4 × 2 8 എന്ന് വരും. ഇനി സെക്കൻഡ് ഇക്വേഷൻ അതേപോലെ എഴുതാം. A - 2B = -3. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇത് 5A ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യപ്പോഴല്ലേ ഇത് പോവുള്ളൂ, പ്ലസ് മൈനസ് 0 ആയി പോകുള്ളൂ. ഇത് ആഡ് ചെയ്തപ്പോൾ 5A + 0 + ചെയ്യുമ്പോൾ = 5. ദാറ്റ് ഈസ് A = 5 എന്ന് കിട്ടി. A 5 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. A = 5A = 5 എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് A = 1. എയുടെ വാല്യൂ 1 കിട്ടിക്കഴിഞ്ഞാൽ A - 2B, അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താലും മതി. 2 × 1 + B = 4. ദാറ്റ് ഈസ് B = 4 - 2 = 2. അപ്പോൾ എയുടെ ബിയുടെ വാല്യൂ കിട്ടി. A = 1 എന്നും B = 2 എന്നും കിട്ടി. ഇൻ നെക്സ്റ്റ് ഇക്വേഷൻ 5C - D = 11. ഇനി ഈ ടേം സെയിം ആക്കണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ × 3 ചെയ്യണം. ദാറ്റ് ഈസ് × 3 ചെയ്യുമ്പോൾ 15C - 3D = 33 ഉണ്ട്. ഇനി അടുത്ത 4C + 3D = 24. ആഡ് ചെയ്താൽ ഇത് ഈ ടേംസ് 0 ആയി പോകും. ദാറ്റ് ഈസ് 19C = 7, 57. ദാറ്റ് ഈസ് C = 3. സിയുടെ വാല്യൂ 3 എന്ന് കിട്ടി. സിയുടെ വാല്യൂ 3 കിട്ടിക്കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ എത്രയാണ്? 5 × 3 - D = 11. D is equal to 15 - 11 = 4. That is D = 4. Thank you for watching my class. Please subscribe, like and share.